Hey guys, welcome back to your Dreams. സ്വന്തം ഭവിഷ്യമുള്ള പുതിയൊരു വീഡിയോ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. തമിഴിൽ കണ്ടപോലെ തന്നെ അതെ ഒരു പുതിയൊരു വിസ സ്കീം. ഇതിന് മുമ്പ് വർഷങ്ങൾ മുമ്പ് നമ്മൾ ഈ ഒരു വിസ സ്കീമിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡെക്രറ്റോ ഫ്ലൂസി എന്നുള്ള ഒരു വിസ സ്കീമാണ്. ഇതൊരു കോട്ട സിസ്റ്റമാണ് ഇറ്റലി ഗവൺമെൻറ്റിൻ്റെ. എല്ലാ വർഷവും അവർ ഇതേപോലെ കുറച്ച് നമ്പേഴ്സ് ഓഫ് വിസ ഇഷ്യൂ ചെയ്യാറുണ്ട് നോൺ EU സിറ്റിസൺസിന് വേണ്ടി മാത്രം. ഈ ഒരു കോട്ട സിസ്റ്റത്തിൽ ഇപ്രാവശ്യം കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. കുറച്ചധികം വിസകൾ അവർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. കാരണം അവിടെ അനുഭവപ്പെടുന്ന ഷോർട്ടേജ്, ലേബർ ഷോർട്ടേജുകൾ. ഇതിനകത്ത് ആർക്കൊക്കെ പോവാം, ഇതിൽ എന്തൊക്കെ ടൈപ്പ് ആൾക്കാർക്ക് പോകാൻ പറ്റും, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് നോക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ആദ്യമായിട്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു കൊച്ചു യൂട്യൂബ് ചാനലാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക, ഷെയർ ചെയ്ത് വിടുക. കാരണം നിങ്ങൾക്കല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ വീട്ടുകാർക്കോ ആർക്കെങ്കിലും ഒരു യൂസ്ഫുൾ ആവാൻ പോകുന്ന വീഡിയോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് വീണ്ടും വരുത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പല ടൈപ്പ് വിസ സ്കീമുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. വളരെ സന്തോഷമുള്ള കാര്യം. തീർച്ചയായിട്ടും ഇനിയും അതേപോലെ തന്നെ ഉണ്ടാവണമെന്ന് വിചാരിക്കുന്നു. നമ്മളൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുക്കാം. ഏഷ്യൻസ്, അതായത് പറയപ്പെടുന്ന നമ്മുടെ ബംഗ്ലാദേശികൾ, പാകിസ്ഥാനികൾ, അതേപോലെ തന്നെ ശ്രീലങ്കൻ, നേപ്പാളി, നമ്മുടെ ഇന്ത്യൻസിൽ നോർത്ത് ഇന്ത്യൻസ്, ഇതിങ്ങനെയുള്ള കുറേ ആൾക്കാർ, ഇവിടെ നിന്നുള്ള കുറേ ആൾക്കാർ ഈ പറഞ്ഞ യൂറോപ്യൻ കൺട്രിയിൽ ഈ പറഞ്ഞ വിസ സ്കീമുകളിലൂടെ, ഞാനിപ്പോൾ എന്തൊക്കെ വിസ സ്കീമുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ അതിലൂടെയൊക്കെ അവർ എത്തിയിട്ടുണ്ട്. നേരെ നമ്മൾ ഫോക്കസ് ചെയ്ത് നമ്മുടെ കേരളത്തിലോട്ട് വരും. നമ്മൾ വളരെ വിദ്യാസമ്പന്നരായിട്ടുള്ള ആൾക്കാരാണ്, വളരെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ വിസ സ്കീമുകൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർക്ക് ജസ്റ്റ് ഒരു എവിടെന്നോ വായിച്ചിട്ട് വന്ന് പറയുന്ന ഇൻഫർമേഷനായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എപ്പോഴും ഒരു ഇടനിലക്കാരൻ്റെ ആവശ്യം വരണം. ഇല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടുടൻ തന്നെ അവർക്കൊരു വർക്ക് വിസ കിട്ടണം എന്നുള്ള ധാരണ മാത്രമാണ് അവരുടെ ആ ഒരു പ്രശ്നം. കാരണം നമ്മൾ സക്സസ് ആകാത്തതിൻ്റെ ഒരു വലിയൊരു പ്രോബ്ലം. ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ കുറച്ച് പേരെ കുറിച്ച് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തായിരുന്നു. തീർച്ചയായിട്ടും ഈ നോർത്ത് ഇന്ത്യൻസും ഏഷ്യൻസൊക്കെ പരീക്ഷിച്ച് വിജയിച്ച കാര്യം നമ്മൾ പരീക്ഷിച്ചപ്പോൾ നമ്മുടെ 3-4 പേർക്ക് ജോലി കിട്ടി, ഒരുപാട് പേർക്ക് കോൺട്രാക്റ്റ് കിട്ടി, ഒരുപാട് സീസണൽ വർക്ക് വിസയടക്കം നമുക്ക് കോൺട്രാക്റ്റായിട്ട് ലഭിച്ചു. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഏജൻസി ഇല്ലാതെ സമയം ചെലവാക്കി മനസ്സിലാക്കി അപ്ലൈ ചെയ്തതുകൊണ്ട് മാത്രമാണ്. നമുക്ക് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും ഒരു ഏജൻസിയെ ഡിപ്പെൻഡ് ചെയ്ത് പഠിച്ചുപോയി. നമ്മൾ സാക്ഷരതയുള്ളവരാണെങ്കിൽ കൂടി നമ്മൾ ഒരു ഏജൻസി പറയുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് ഇല്ലായ്മ, അത് വലിയൊരു കാര്യം തന്നെയാണ്. ഒന്ന് ലാംഗ്വേജ്, നമ്മൾ സാക്ഷരത ഉള്ള ആൾക്കാരാണെങ്കിലും നമുക്ക് ഭയങ്കര പേടിയാണ്, ലാംഗ്വേജ് ഇല്ല. അതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ പ്രശ്നമോ, എങ്ങനെ അവിടെ അപ്ലൈ ചെയ്യണം, നമ്മൾ പറഞ്ഞു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരുപാട് വീഡിയോസിലൂടെ നിങ്ങൾക്ക് ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടടക്കം നമ്മൾ ചെയ്തു തന്നിട്ടും പലർക്കും അത് പറ്റുന്നില്ല. എന്നാൽ ഒരു വിഭാഗം ആൾക്കാർ നല്ല അടിപൊളിയായിട്ട് ട്രൈ ചെയ്യുന്നവരുണ്ട്. ആ ട്രൈ ചെയ്യുന്ന ആൾക്കാർക്ക് ജോലി കിട്ടുന്നുമുണ്ട് എന്നുള്ള സന്തോഷത്തോടു കൂടി ഈ വീഡിയോ നിങ്ങൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. എന്താണ് ഡെക്രറ്റോ ഫ്ലൂസി? അതൊരു ഇറ്റലിയിലെ ഒരു വിസ സ്കീമാണ്. തീർച്ചയായിട്ടും എല്ലാ വർഷവും അവർ കുറച്ച് നോൺ EU സിറ്റിസൺസിന് സീസണൽ ജോബ്സും നോൺ സീസണൽ ജോബ്സും പ്രൊവൈഡ് ചെയ്യും. എന്തൊക്കെയാണ് ഈ സീസണൽ ജോബ്സ്, എന്തൊക്കെയാണ് നോൺ സീസണൽ ജോബ്സ്, ഇതിൽ ആർക്കൊക്കെ പോവാം, എന്താണ് എലിജിബിലിറ്റി, ഇതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഡെക്രറ്റോ ഫ്ലൂസിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാം. ഡെക്രറ്റോ ഫ്ലൂസി കുറച്ച് വർഷങ്ങൾ മുമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അറൗണ്ട് ഒരു 69,000 ആണ് ഇവർ വിസ, അതായത് നോൺ EU സിറ്റിസൺസിന് വിസ കൊടുക്കാനായിട്ട് തയ്യാറായിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് 2023 അത് 82,000 മേലേക്ക് ആയി ഈ ഡെക്രറ്റോ ഫ്ലൂസി വിസ ഇഷ്യൂ ചെയ്യുന്നു. ഇത് ഡെക്രറ്റോ ഫ്ലൂസി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പോളിസി ആയിട്ട് എടുക്കാം, ഇല്ലെങ്കിൽ ഒരു വിസ സ്കീമായിട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ ഒരു കോട്ട സിസ്റ്റമായിട്ട്, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനെ കണക്കാക്കാം. എന്തുകൊണ്ടാണ് ഈ ഒരു കോട്ട സിസ്റ്റം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇറ്റലിയിൽ ഒരുപാട് ജോബുകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ അഗ്രികൾച്ചർ ജോബ് ആവട്ടെ, ഹോട്ടൽ ഫീൽഡ് ആവട്ടെ, ഇല്ലെങ്കിൽ നമ്മുടെ ലോജിസ്റ്റിക്സ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഇങ്ങനെയുള്ള ഫീൽഡ് ആവട്ടെ, കൺസ്ട്രക്ഷൻ ഫീൽഡ് ആവട്ടെ, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇറ്റലിയിലുണ്ട്. ഇവിടെയൊക്കെ സീസണൽ വർക്കേഴ്സിൻ്റെ ഒരുപാട് ആവശ്യകതയുണ്ട്. അപ്പോൾ ഈ നിങ്ങൾ വിചാരിക്കും ഈ ഇറ്റലിയിൽ ഈ ഇത്രയധികം വിസ സ്കീമുകൾ കൊടുക്കുന്നു, അപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ മാനദണ്ഡങ്ങളും ഇല്ലെങ്കിൽ ക്രൈറ്റീരിയാസ് ഉണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇവിടെ അങ്ങനെ എടുത്തു പറയുന്ന രീതിക്കുള്ള ഒരു മാനദണ്ഡവും ഇല്ല. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇറ്റലി ലാംഗ്വേജ് വേണ്ടേ, ഇല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് പറയും ഇവിടെ IELTS വേണ്ടേ, ഇല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഹയർ ഡിഗ്രി വേണം, ഹയർ ക്വാളിഫിക്കേഷൻ വേണം. എന്നാൽ ഈ പറഞ്ഞ ജോബുകൾ വർക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഒരു സാധനം ആവശ്യമില്ല. അതായത് നിങ്ങൾക്ക് IELTSൻ്റെയോ ലാംഗ്വേജിൻ്റെയോ ഇല്ലെങ്കിൽ ഒരു നല്ലൊരു ഹയർ ക്വാളിഫിക്കേഷനോ അങ്ങനെ ഒരു എക്സ്പീരിയൻസോ ഏജ് ലിമിറ്റോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ആവശ്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് സീസണൽ ജോബ്സ് ആണ്. ഫ്ലൂസിയിൽ സീസണൽ വർക്ക് മാത്രമേ ഉള്ളൂ, അല്ല, ഇതിൽ നോൺ സീസണൽ വർക്കുകളുണ്ട്. അത് ഏതൊക്കെ കാറ്റഗറീസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് റോഡ് ഹോളേജ് ഓഫ് ഗുഡ്സ്, അതായത് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ള കാര്യങ്ങൾ, ബിൽഡിംഗ് വർക്ക്സ്, അതായത് കൺസ്ട്രക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ,
ടൂറിസ്റ്റ് ഹോട്ടൽ, പിന്നെ അതുപോലെ തന്നെ മെക്കാനിക്സ് ഉണ്ട്, ടെലികമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഫുഡ് ഉണ്ട്, ഷിപ്പ് ബിൽഡിംഗ് ഉണ്ട്. അങ്ങനെയുള്ള കുറേ കാറ്റഗറീസിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ രാജ്യത്ത് ജോലി കിട്ടും. അറൗണ്ട് 44,000 ജോബ്സ് നിങ്ങൾക്ക് സീസണൽ ജോബ്സിനും, അതായത് സീസണൽ ജോബ്സ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യലായിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ അഗ്രികൾച്ചർ ഫീൽഡും, അതിനുപരി നമ്മൾ പറയുവാണെങ്കിൽ നമ്മുടെ ഹോട്ടൽ ഇൻഡസ്ട്രീസ്, അറിയാമല്ലോ ഈ ടൂറിസ്റ്റ് സീസൺ ആകുമ്പോൾ ഒരുപാട് വേക്കൻസീസ് വരും. ജോബ് കണ്ടുപിടിക്കാനായിട്ട് വഴികളുണ്ട്. അത് നമ്മൾ വ്യക്തമാക്കി മറ്റൊരു വീഡിയോയിൽ പറഞ്ഞു തരുമ്പോൾ, ഇത് വ്യക്തമാക്കി തരുമ്പോൾ സമയത്ത് നിങ്ങൾ മനസ്സിലാവും. ഓക്കെ, സീസണൽ വർക്കേഴ്സിന് ഇവിടെ 1 ഇയേഴ്സിൻ്റെ റെസിഡൻസ് പെർമിറ്റ് ആണ് നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാകുക. സീസണൽ വർക്ക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ അത് കുറച്ച് ടൈം പീരീഡ് ഉണ്ടാവും, ചിലപ്പോൾ 3 മാസം 6 മാസം. വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോൺ സീസണൽ വർക്കേഴ്സിൻ്റെ കൂടെ തന്നെ സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്നുള്ളൊരു കാറ്റഗറിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ഈ പറഞ്ഞ രാജ്യത്തിൽ വന്ന് ചെയ്യണമെങ്കിൽ, ഒരു സ്പാനിഷ് മസാല കടയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഒരു സ്വന്തമായിട്ടുള്ള ഒരു ബിസിനസ് തുടങ്ങാനും വേണ്ടിയിട്ടുള്ള ഒരു വിസ സ്കീമാണ്. ഈ നോൺ സീസണൽ വർക്കേഴ്സിനും സെൽഫ് എംപ്ലോയ്മെൻറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും കൂടിയിട്ട് എത്ര വിസ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അറൗണ്ട് 38,705 വിസാസ് നിങ്ങൾക്ക് ഇതിനകത്ത് ലഭ്യമാകും. ഈ ഒരു ഡെക്കറേറ്റീവ് ഫ്ലൂസി വന്നപ്പോൾ മുന്നത്തെക്കാട്ടി കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന്, കോട്ട ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ വെരിഫിക്കേഷൻ ഓഫ് അൺഅവൈലബിലിറ്റി ഓഫ് വർക്കേഴ്സ് പ്രസൻറ്റ് ഓൺ ദ നാഷണൽ ടെറിട്ടറി. അതായത് ഇപ്രാവശ്യം നിങ്ങൾ ഹയർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളെടുക്കുന്ന ജോബ് അവിടെ, അതായത് ആ ഒരു ഇറ്റലിക്കകത്ത് ആ ജോലി എടുക്കാൻ ആളില്ല എന്ന് ഉറപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ വർക്ക് പെർമിറ്റ് വിൽ ബി ഇഷ്യൂഡ് വിത്തിൻ 30 days. അതായത് നിങ്ങൾക്കൊരു നമുക്കറിയാം മറ്റ് യൂറോപ്പിലെ പല രാജ്യങ്ങൾ, ഇപ്പോൾ പോളണ്ട് ആവട്ടെ, മാൾട്ട ആവട്ടെ, മറ്റേതെങ്കിലും രാജ്യത്തുള്ള ഒരു ഏജൻസി ത്രൂ പോവുകയാണെങ്കിലും നിങ്ങൾ മിനിമം 6 മാസം 7 മാസം 10 മാസമൊക്കെ വരെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ ഒരു സ്കീം വന്നതിലൂടെ തന്നെ വർക്ക് പെർമിറ്റ് വിൽ ബി ഇഷ്യൂഡ് വിത്തിൻ 30 days എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിസ വിൽ ബി ഇഷ്യൂഡ് വിത്തിൻ 20 days. അതായത് വളരെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആക്കിയിരിക്കുകയാണ് ഈ ഒരു പരിപാടിക്കകത്ത്. പക്ഷേ ഓക്കെ, വർക്ക് പെർമിറ്റ് വിൽ ബി ഓട്ടോമാറ്റിക്കലി സെൻഡ് ടു ദ എംബസി കോൺസുലേറ്റ് ഇൻ യുവർ കൺട്രി. അതായത് വർക്ക് പെർമിറ്റ് ഡയറക്റ്റായിട്ട് കൊടുക്കുന്നത് എവിടേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എംബസിയിൽ ഇവിടെ സെൻഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഒരുപാട് രാജ്യക്കാർക്ക് അപ്ലൈ ചെയ്യാം. ഇത് മുന്നേ കൂടി ഒരു കാര്യം പറയാം, പലരും വിചാരിക്കും ഞാൻ മാത്രമേ ഇതിനകത്ത് അപ്ലൈ ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. സോ അവരാണ് അപ്ലൈ ചെയ്തിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു നിരാശയോടുകൂടി ഇരിക്കുന്നു. ഇതൊരു കോമ്പറ്റീഷൻ ഐറ്റം ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇതിനകത്ത് പരിശ്രമിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളെയും കാട്ടി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ, നിങ്ങളെയും കാട്ടി നല്ല വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ നിങ്ങൾ CV അയക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ CV കണ്ടില്ല എന്ന് വരും. അങ്ങനെയാണ് പൊതുവേ നിങ്ങൾ ഈ പറഞ്ഞ യൂറോപ്പിൽ പല വിസ സ്കീമുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് അതൊന്നും കിട്ടില്ല എന്നുള്ള മൂഡിലോട്ട് വരുന്നു. അങ്ങനെ മൂഡ് വരുന്നവർക്ക് തീർച്ചയായിട്ടും പറ്റിയ കാര്യമില്ല. ഇത് നിരന്തരമായിട്ട് നമ്മൾ ചേഞ്ചസ് കണ്ടുപിടിച്ച് നമ്മുടെ ചേഞ്ചസ് മനസ്സിലാക്കി കമ്പനിയുടെ റിക്വയർമെൻറ്റ്സ് മനസ്സിലാക്കി ചേഞ്ചസ് വരുത്തിയ CVയും കവർ ലെറ്ററും കൊണ്ട് അപ്ലൈ ചെയ്യുമ്പോഴേ അവരുടെ മുന്നിൽ നിങ്ങളുടെ CV പ്രത്യക്ഷപ്പെടുകയുള്ളൂ, ഇല്ലെങ്കിൽ അവർ മനസ്സിലാവുള്ളൂ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവട്ടെ. ഇപ്പോൾ എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഇനി മെയിനായിട്ടൊരു ടോപ്പിക്കിലോട്ട് പോകുമ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ അപ്ലൈ ചെയ്യാം. മുന്നത്തെ എല്ലാ വിസ സ്കീമുകളും നമ്മൾ പല രാജ്യത്തിന് പല വിസ സ്കീമുകൾ, ഇപ്പോൾ ഏത് രാജ്യമാണെങ്കിലും വിസ സ്കീമുകൾ പറയുമ്പോൾ മെയിനായിട്ടുള്ളൊരു കടമ്പാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ജോബ് കണ്ടുപിടിക്കണം, ഇല്ലെങ്കിൽ ഒരു എംപ്ലോയറിനെ കണ്ടുപിടിക്കണം എന്നുള്ള കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഈ 10,80,000 മേലെ വിസ നിങ്ങൾക്ക് തരാൻ ഗവൺമെൻറ് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്തില്ലെങ്കിലും മറ്റപ്പുറത്തൊരു രാജ്യക്കാരൻ അപ്ലൈ ചെയ്യാൻ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ഒരുപാട് എംപ്ലോയീസ് ഇതിനകത്ത് ഉണ്ടാവും. വരുന്ന ദിവസങ്ങളിൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തു തരും. എവിടെയാണ് എംപ്ലോയീസ്, എങ്ങനെയാണ് എംപ്ലോയീസ് എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ ആ എംപ്ലോയീസിനെ കണ്ടുപിടിക്കുക, എന്നിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക എന്നുള്ള കാര്യമാണ്. നല്ല CVയും കവർ ലെറ്ററും വെച്ച് അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ ഇപ്പോൾ നിങ്ങൾ ഒരു കമ്പനിയിൽ അപ്ലൈ ചെയ്തു, അവർ ഓക്കെയാണ്, നിങ്ങളെ ഹയർ ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ പേപ്പർ വർക്ക്സ് ചെയ്യും. നിങ്ങളല്ല ചെയ്യുന്നത്, അവരാണ് പേപ്പർ വർക്ക്സ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ്. നിങ്ങൾ പാസ്പോർട്ട് നിങ്ങളുടെ CV മാത്രം കൊടുത്തയച്ചാൽ മതിയായിരിക്കും, വേറെ ഒരു സാധനവും വേണ്ട. പിന്നെ അവർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു വർക്ക് പെർമിറ്റ് എംബസിയിലേക്കാണ് അയക്കുന്നത്. സോ അവിടെ നിങ്ങൾ എംബസിയിൽ നിങ്ങളുടെ നിയറസ്റ്റ് VFSൽ അപ്ലൈ ചെയ്ത് നിങ്ങളുടെ പാസ്പോർട്ടും കാര്യങ്ങളും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വിസയായിട്ട് വരും. അതുമാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഈ ഡെക്കറേറ്റീവ് ഫ്ലൂസിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കുറേയധികം ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് വേണം. ഞാൻ അത് തീർച്ചയായിട്ടും ബയോയിൽ ഞാൻ കൊടുക്കുന്നുണ്ട്, ഇതിൻ്റെ ഈ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ഇതിനകത്ത് വേണ്ടത്. ഇപ്പോൾ ജോബ് വെബ്സൈറ്റ്സ് ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ജോബ് കണ്ടുപിടിക്കുന്നതും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് തന്നെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇത് മാർച്ചിലാണ്, ഇത് ഈ ഡെക്കറേറ്റീവ് ഫ്ലൂസി സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ കോട്ട സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ചിലാണ്. എനിക്ക് തോന്നുന്നു ഡിസംബർ ആകുമ്പോഴേക്കും ഇത് അവസാനിക്കും. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. നമ്മുടെ യൂത്ത് മൊബിലിറ്റി പോലെ കുറച്ച് ടൈമാണ് ഇതിനകത്ത് കൊടുക്കുക. ആ ടൈമിനകത്ത് അപ്ലൈ ചെയ്യണം. അതിന് മുമ്പ് അപ്ലൈ ചെയ്താലും കിട്ടില്ല, അതിന് പിന്നെയും കിട്ടും. പക്ഷേ അതിന് മുമ്പ് നമുക്ക് എംപ്ലോയറെ കണ്ടുപിടിക്കാൻ പറ്റും.
ഓക്കെ, എംപ്ലോയറെ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. എംപ്ലോയറെ ഫൈൻഡ് ചെയ്യുക, അവരായിട്ട് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുക. കുറച്ച് ടൈം പിടിച്ച കാര്യമാണ്. നിങ്ങൾ ഈ മാർച്ചിൽ പോയിട്ട് ഇത് അപ്ലൈ ചെയ്തിട്ട് കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പം തന്നെ വെയിറ്റ് ചെയ്തിരുന്ന് കഴിഞ്ഞാൽ കിട്ടില്ല. ഇപ്പം തന്നെ ഫോക്കസ് ചെയ്യണം എംപ്ലോയേഴ്സിൽ. അതിനും ഈ പറഞ്ഞ താഴത്ത് ഞാൻ കുറച്ച് ബയോയിൽ വെബ്സൈറ്റ്സ് ഞാൻ കൊടുക്കുന്നുണ്ട്. ദ ലോക്കലും അതേപോലെ തന്നെ ജോബ്സ് INB മിലാൻ, അതുപോലെ തന്നെ എസ്പാറ്റ് ജോബ്സ്, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇനി വെബ്സൈറ്റ് എവിടെ എന്ന് ചോദിച്ചു വരരുത്, ഡിസ്ക്രിപ്ഷൻ. അത് മാത്രമല്ല ഡെക്കറേറ്റർ ഓഫ് ഫ്ലൂസിയുടെ ഇമ്പോർട്ടൻറ്റ് വെബ്സൈറ്റും കാര്യങ്ങളെല്ലാം ഞാൻ താഴെ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് ജോബ് നിങ്ങൾ കണ്ടുപിടിക്കുക ഡെക്കറേറ്റർ ഓഫ് ഫ്ലൂസിയിൽ. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് പരിപാടികൾ നിങ്ങൾക്ക് അതിന് ജോബ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് നോക്കാൻ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് കുറച്ച് അപ്ഡേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് തരാനായിട്ട്. അപ്പോൾ അതിനകത്തോടെ ഡെക്കറേറ്റർ ഓഫ് ഫ്ലൂസിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഇതെല്ലാം ലാസ്റ്റ് കഴിയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ. ഇതൊക്കെ ഇൻഫർമേഷൻ ആയിട്ട് മാത്രം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ഉണ്ടാവില്ല. പക്ഷേ ഇത് സീരിയസ് ആയിട്ട് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ കമ്പനിയുടെ വെബ്സൈറ്റ് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് പറ്റുന്ന ജോബ് അതിനനുസരിച്ചുള്ള CV കവർ ലെറ്ററും എഡിറ്റ് ചെയ്ത് മാറ്റി മാത്രം ട്രൈ ചെയ്യുക. നിങ്ങൾ ഇതിനും വേണ്ടി ഒരു ഏജൻസിനെ അപ്രോച്ച് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല, ചിലപ്പോൾ ഏജൻസി നിങ്ങളുടെ പൈസയും ആയിട്ട് മുങ്ങുമായിരിക്കാം. അപ്പോൾ എന്തായാലും സൂക്ഷിച്ചും കണ്ടും ചെയ്യുക. വീഡിയോ എന്തായാലും ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.